ബാലിവധം കഴിഞ്ഞ് ചൂലുവധം എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമാ നടൻ ദിലീപ് 8-ാം പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധമായ നടി പീഡന കേസ് വിധിയായതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള അവലോകനങ്ങളും വിശകലനങ്ങളും തലനാരിഴ കീറിയുള്ള അപഗ്രഥനങ്ങളുമൊക്കെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തമാശ എന്ന് വെച്ചാൽ വിധിപ്പാർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വിധിപ്പാർപ്പ് വായിച്ചതിന് ശേഷം ആളുകൾ ഇതിനെ ഗുണദോഷ നിരൂപണം നടത്തുകയോ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ അഭിനന്ദിച്ച് പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്താൽ എന്നൊരു രസമുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. 8-ാം പ്രതിയെ വെറുതെ വിട്ടു. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവർക്കുള്ള ശിക്ഷ വിധിക്കാനായിട്ട് അതിന്മേൽ വാദം കേൾക്കാനായിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ TV ചാനലുകാരും പത്രങ്ങളും ഓൺലൈൻ വിശകലന വിശാരദന്മാരും എല്ലാം കൂടി ചേർന്ന് ഇതൊരു ആഗോള സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് വളരെ സ്നേഹവും അടുപ്പമുള്ള ഒരു യുവ അഭിഭാഷകൻ, അദ്ദേഹത്തെ ഞാൻ പണ്ട് ലോ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസ് വിധി പറയാനായിട്ട് തീയതി തീരുമാനിച്ച ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറി നമ്മുടെ ജില്ലാ ജഡ്ജിയുടെ ബുദ്ധി കണ്ടോ? ഞാൻ വിളിച്ചു, എന്താ പിള്ളേ? പുള്ളി പറഞ്ഞു, ഇത് 8-ാം തീയതിയാണ് വിധി പറയാൻ പറ്റിക്കണത്. എന്ന് വെച്ചാൽ 9-ാം തീയതി തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ഈ വിധി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ദിലീപിനെ വെറുതെ വിടും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു എന്ന കാരണത്താൽ ഇത് ചർച്ചയാകാതെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇത് വിധി പറയാൻ പറ്റിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്നും പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു പോകുമല്ലോ. പക്ഷേ എന്ത് ചെയ്യാം, ഈ ജഡ്ജി അങ്ങനെ ഒരു ദുഷ്ടബുദ്ധി ഉദ്ദേശിച്ചൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. തിങ്കളാഴ്ച വിധി പറയാൻ വച്ചു എന്നതിനാൽ ഞായറാഴ്ച രാവിലെ 6 മണി മുതൽക്ക് സകലമാന ടെലിവിഷൻ ചാനലുകളും ഇത് വിധി എന്തായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് വിശകലനം തുടങ്ങി. മിക്കവാറും എല്ലാവരുടെയും അഭിപ്രായത്തിൽ 8-ാം പ്രതിയെ നിശ്ചയമായിട്ട് ശിക്ഷിക്കും എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരെ, വഴിപോക്കന്മാരെ വരെ ഇവർ കണ്ടെത്തി അവരുടെയൊക്കെ വിദഗ്ധ അഭിപ്രായങ്ങൾ ആലേഖനം ചെയ്ത് നമ്മളെ കേൾപ്പിച്ചു. വിധി പറയുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച, ഇത് പരമകാഷ്ഠയിലെത്തി. സകലമാന ചാനലുകളും രാവിലെ 6 മണി മുതൽക്ക് തത്സമയ സംപ്രേഷണം ആരംഭിച്ചു. അപ്പോൾ കോടതിയുടെ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് എന്താണ് തത്സമയം എന്ന് നിങ്ങൾ ചോദിക്കുക. അങ്ങനെയല്ല. സിനിമാ നടൻ ദിലീപിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഞങ്ങളുടെ ലേഖകൻ നിങ്ങളോട് സംസാരിക്കും. ദിലീപിൻ്റെ കാറ് പോകുന്നത് ഡ്രോൺ ഉപയോഗിച്ച് ആകാശ ദൃശ്യങ്ങൾ കാണിച്ച് നമ്മളെ കോരിത്തരിപ്പിക്കും. അഡ്വക്കേറ്റ് രാമൻപിള്ള വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു. അദ്ദേഹം വാർദ്ധക്യ പീഡിതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പടിയിറങ്ങുന്നു, കോടതിയിലേക്ക് വരുന്നു, കോടതിയുടെ പടവുകൾ കയറുന്നു. എന്തും സംഭവിക്കാം, ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന രീതിയിൽ ഭീകരമായ റിപ്പോർട്ടിങ്ങാണ്. ഒരു ചാനലല്ല, സകലമാന ചാനൽ. 11 മണി 1 മിനിറ്റ് ആകുമ്പോൾ വാർത്ത വരുന്നു, 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ, 8-ാം പ്രതിയെ വെറുതെ വിട്ടു. അതോടെ എന്താണ് നമ്മളെന്താ പറയുക, സകലമാന ചാനലുകാരും കോടതി മുറ്റത്ത് ഈ നിരപരാധി എന്ന് കണ്ടെത്തപ്പെട്ട 8-ാം പ്രതിയുടെ റെസ്പോൺസ് എടുക്കാനായിട്ട് കാത്തു. അദ്ദേഹം ക്യാമറകളുടെ മുമ്പിൽ നിന്ന് അതിഗംഭീരമായ പെർഫോമൻസ് നടത്തുന്നു. പെർഫോമൻസും ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്കത് കണ്ടവരാണ് എന്നെനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ തച്ചിന് പണിയെടുക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ 8 മണിക്ക് ചർച്ച. അത് തീർന്നിട്ടില്ല. ദിലീപ് പറയുന്ന പുള്ളി കേസ് കൊടുക്കുന്നതാണ്. സകലമാന പോലീസുകാർക്കും മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പിന്നെ ഈ പരാതി കൊടുത്ത നടിക്കും അവരുടെ കൂടെ നിന്ന മറ്റ് നടികൾക്കും നടന്മാർക്കും WCCക്കും എന്ന് വേണ്ട, ദിലീപിനെ കുറിച്ച് പോസിറ്റീവായിട്ടല്ലാതെ അഭിപ്രായം പറഞ്ഞ സകല ആൾക്കാരെയും പൂട്ടും. ചാനലുകളൊക്കെ ഇദ്ദേഹം കേസ് കൊടുത്ത് അവൻ്റെ ആഫീസ് പൂട്ടിക്കും. കാരണം വെച്ചാൽ ദിലീപിനെ പോലെ നിഷ്കളങ്കനായ ഒരു മാടപ്രാവിൻ്റെ ഹൃദയവും ഒരു വെള്ളപ്പനിനീർ പൂവിൻ്റെ പരിശുദ്ധിയുമുള്ള ഒരു മനുഷ്യനെ ഇവിടുത്തെ ഈ മാധ്യമങ്ങളും ചില അലവലാദികളും ചേർന്ന് കുറ്റക്കാരനായി മുദ്രയടിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഇമേജ് നശിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം കുളമാക്കി. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്. ഈ കുട്ടികളുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഒരു യശസ് ഉണ്ടായിരുന്നു, അതുപോലും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക്, അമ്മയ്ക്ക്
മറ്റ് സന്തപ്തരായ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് വലിയ മാനഹാനി മനോവേദന ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏക സഹോദരിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായി. അത് മാത്രമല്ല, ഈ ആലുവ ദേശം എന്ന് പറഞ്ഞാൽ വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അവിടെയുള്ള പല ആളുകളും ഈ ദിലീപിൻ്റെ പേര് കേൾക്കുമ്പോൾ മൂക്കത്ത് വരലൊക്കെ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്ക് അതികഠിനമായ മാനഹാനിയും മനോവേദനയും മറ്റു പലതും സംഭവിച്ചു. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? കേസ് കൊടുത്തിട്ട് എല്ലാവർക്കും എതിരെ നിയമ നടപടി സ്വീകരിക്കും, എന്നിട്ട് അഴിയണ്ടിക്കും. അങ്ങനെ മഞ്ജുവാരന് ജയിലിൽ പോകുമ്പോൾ IG സന്ധ്യ, അവർ പിന്നീട് DGP റിട്ടർ, മുൻ DGP B സന്ധ്യ, പിന്നെ കേസന്വേഷിച്ച DYSP ബൈജു പൗലോസിന് മേൽനോട്ടം വഹിച്ച മറ്റു ഉദ്യോഗസ്ഥന്മാർ, ഇവരെ എല്ലാത്തിനും പൂട്ടാൻ തന്നെ തീരുമാനിച്ചത്. ഇവരെ പൂട്ടാനുള്ള വിലങ്ങ് പുള്ളി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുള്ളി കേസ് കൊടുക്കും, ഇവരെയൊക്കെ പൂട്ടിക്കും. ഇത് ഇവിടെ ചില ഓൺലൈൻ ചാനലുകാരും എതിരെ മെയിൻ സ്ട്രീം ചാനലുകാരും വരെ ഏറ്റുപിടിച്ച് ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്താണ്? ദിലീപ് ഒരു പെറ്റീഷനായിട്ട് കോടതി ചെന്ന ഉടനെ തന്നെ ഹർജി ഫയലിൽ സ്വീകരിച്ച് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ വീട് ജപ്തി ചെയ്യും, അവരെയൊക്കെ പെരുവഴിയിലാക്കും എന്നാണ്. നല്ല രസമില്ല. ഇന്ത്യ ഭാരത് ഇതിനൊക്കെ നിയമപരമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, കടമ്പകളുണ്ട് എന്നുള്ളത് ഒരു തവണയെങ്കിലും കോടതിയുടെ പഠിക്കാൻ കൂടി പോയെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാക്കണം. ഒരാളെ ക്രിമിനൽ കേസിൽ തെറ്റായിട്ട് കക്ഷി ചേർത്ത് പ്രതിയാക്കി വിസ്തരിച്ച് വിചാരണ ചെയ്ത് വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ അയാൾ നിർദോഷിയാണ്, നിരപരാധിയാണെന്ന് അർത്ഥമില്ല. അക്വിറ്റൽ ഓഫ് ബ്ലെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇയാൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുലബന്ധവുമില്ല. തികച്ചും നിരപരാധിയായ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി എന്ന് കോടതി ഫൈൻഡ് ചെയ്യണം ആദ്യം തന്നെ. ആ വിധി അന്തിമമാകണം. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചപ്പോൾ ഇപ്പോൾ സെഷൻസ് കോടതിയുടെ വിധി വന്നു. ഇതിൻ്റെ പുറത്ത് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് പറയും. ഈ അപ്പീൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇന്നത്തെ നിലയ്ക്ക് 7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം കിടക്കും. അപ്പോഴേക്കും ദിലീപിന് വയസ്സ് എത്രയോ? ദിലീപിന് വയസ്സ് കുറഞ്ഞത് 65 കിലോ. അത് കഴിഞ്ഞ് സർക്കാർ സുപ്രീം കോടതിയിൽ പോകും. അതവിടെ കിടക്കുമ്പോഴത്തേക്കും മിക്കവാറും പുള്ളി വാർദ്ധക്യ സഹജമായ അസുഖത്താൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കേസ് കൊടുക്കാനുണ്ട്. അപ്പോഴും അക്വിറ്റൽ ഓഫ് ബ്ലെയിം വേണം. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ച പോലെ തികച്ചും നിർദോഷിയാണെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. അതിനുശേഷം വേണം കേസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ എതിർകക്ഷികൾ IG സന്ധ്യ, DGP റിട്ടയർ ചെയ്തു, അവരപ്പോഴും ജീവിച്ചിരിക്കണം. ബൈജു പൗലോസ് ഉണ്ടായിരിക്കണം. ഇവർക്കൊക്കെ എതിരെ പുള്ളി കേസ് കൊടുത്ത് അത് മുനിസിപ്പൽ കോർട്ടിൽ അല്ലെങ്കിൽ സബ് കോർട്ടിൽ അന്യായം കൊടുത്ത് ആ നഷ്ടപരിഹാരത്തിന് വിധിയാകുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ പറയുന്നത് ഞാനോടൊക്കെ എല്ലാവരും മയ്യത്തായി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത്ര രസകരമാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് ദിലീപ് കേസ് കൊടുക്കും എന്ന് വീരവാദം പറയുന്നത് നല്ലതാണ്, പക്ഷേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ നമ്പിനാരായണൻ്റെ എന്ത് ചെയ്തു? നമ്പിനാരായണൻ്റെ കാര്യം വളരെ വ്യത്യസ്തമായിരുന്നു. അത് പിന്നീടുള്ള അന്വേഷണത്തിൽ ഇദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ഘട്ടത്തിൽ തന്നെ പുറത്താക്കി. പിന്നെ അദ്ദേഹം കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ഈടാക്കി ചെയ്തു. അതും ഈ മലീഷ്യസ് പ്രോസിക്യൂഷനുള്ള സിവിൽ കേസൊന്നും ആയിരുന്നില്ല, മറ്റു തരത്തിലുള്ള നടപടിക്രമമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ രസമാണ്, കേൾക്കുന്നവർക്ക് ഒരു ഹരമുണ്ടാകും എന്നുള്ളതല്ലാതെ നിയമപരമായിട്ട് നടപ്പുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ദിലീപിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മൂക്കിയെത്തും എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് അത് പറയാനുള്ള ന്യായവുമുണ്ട്. അദ്ദേഹം അത് പറയുമ്പോൾ ആരും വായു പൊത്തുന്നില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ചുക്കും നടക്കില്ല. മറ്റേ SFIക്കാർ പറഞ്ഞ പോലെ യുവർ ഡാൽ വില്ലോട്ട് കുക്ക് ഹിയർ, തൻ്റെ പരിപ്പ് ഇവിടെ വേവില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. നമ്മുടെ ജീവിതം ഇതുപോലുള്ള തമാശകളില്ലെങ്കിൽ വളരെ വിരസമായി പോകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ ദിലീപ് ഫാൻസുകാരെല്ലാവരും വളരെ ഉത്തേജിതരാണ്, ഉന്മത്തരാണ്. ഫാൻസിൻ്റെ കാര്യത്തിൽ പുള്ളി ഈ കാശ് കൊടുത്ത് ചെയ്യിക്കുന്ന ചോറ്റുപട്ടളം മാത്രമല്ല, ആത്മാർത്ഥ ഫാൻസും പിന്നെ നമ്മുടെ നാട്ടിൽ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ചില ജന്തുക്കളും കൂട്ടും. നിങ്ങൾ ഒരു മനുഷ്യന് ഹിന്ദുത്വവാദിയാണോ അല്ലെന്ന് അറിയുന്നത് ഇപ്പം അയാളുടെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി. ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ 99% ഈ സോക്കോൾഡ് ഹിന്ദുത്വവാദികളാണ്. ഇവർക്ക് ഹിന്ദുത്വം എന്താണെന്ന് അറിയില്ല, പീഡന കേസ് എന്താണെന്ന് അറിയില്ല, വെറും ആവേശം മാത്രമുള്ള ചില ജന്തുക്കളാണ്. അതിൽ പ്രമുഖരായ ചില വ്യക്തികൾ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരൊരു ബുദ്ധി നിലവാരം എന്തോരമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതും. പിന്നെ ആത്മാർത്ഥമായിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരും, ഒന്ന് നമ്മുടെ UDF കൺവീനർ അടൂർ പ്രകാശും, പിന്നെ ലോകപ്രസിദ്ധ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ. ഇവർ 2 പേരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ദിലീപ് നിരപരാധിയാണ്, നിർദോഷിയാണ് എന്നാണ്. ഈ അടൂർ
ഇതിലുള്ള ആളുകൾ പൊതുവേ തമാശക്കാരാണ് നമുക്കറിയാം. അടൂർ ബാസി അടൂർക്കാരനായിരുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ പ്രകാശും അടൂർ സ്വദേശികൾ തന്നെയാണ്. അപ്പോൾ ആ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലുള്ള തമാശകൾ പറയുക, കുസൃതികൾ പറയുക എന്ന് കരുതി നമുക്ക് തൽക്കാലം സമാധാനിക്കാവുള്ളൂ. ഏതായാലും മഴ പെയ്ത് തുറന്നു, ഇപ്പം മരം പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൊരു സാംസ്കാരിക കാലാവസ്ഥ.